ഈ വീട്ടിലോട്ട് കള്ള ഇങ്ങനെ കയറി ചാർന്ന ഒരു ഷോട്ടിങ് വരുന്നു. അപ്പോൾ ഇങ്ങനെ മതിലിങ്ങനെ കയറി ചാർന്ന ക്യാമറ ഇങ്ങനെ ഇങ്ങനെ മലന്ന് കിടന്നു. അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറമാനും കഷ്ടപ്പെടാതെ പൈസ വാങ്ങാതെ അങ്ങനെ എനിക്ക് അവൻ്റെ ഒക്കെ നെയ്യെടുക്കില്ല. പറഞ്ഞുവിടാന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വമില്ല. വരാന്ന് പറഞ്ഞു യവനെയൊക്കെ ഞാൻ എങ്ങനെ നടനാക്കി എടുക്കുമെന്ന്. സാർ നേരത്തെ ഉണ്ടായിരുന്നോ സാറേ? എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട ആൾ പറഞ്ഞിരുന്നു സാർ ചിലപ്പോൾ ഒരു 8 മണി എന്ന് പറഞ്ഞാൽ 9 മണിയാവും, ലൈറ്റൊക്കെ നോക്കണമല്ല. അതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ ഒന്ന് താമസിച്ചത്. ഈ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ കറക്റ്റ് പഞ്ച്വാലിറ്റിയാണ്. കൃത്യസമയം പറഞ്ഞാൽ കൃത്യസമയത്ത് വരണം. ഞാനെന്ന് പറഞ്ഞാൽ 6 മണിക്ക് പറഞ്ഞാൽ 4:45 ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഇവിടുത്തെ റബ്ബർ വെട്ടുകാരൻ കേൾക്കുകയാണ് നിങ്ങൾ കള്ളനാണ്. പക്ഷെ തൻ്റെ ഒരാളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തപ്പിയത്. നിങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഈ സിനിമാ മേഖലയിൽ പഞ്ച്വാലിറ്റിയാണ് ഏറ്റവും വലിയ ഒരു. താങ്കൾക്ക് അഭിനയിക്കാൻ മോഹമുള്ളതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ. പിന്നെ തൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് അവർ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പുഴുകയായിരുന്നു. മനസ്സിലായ എങ്ങനെയാണ് സാറേ നമ്മളെ സ്ഥലവും സാറിന് ഇഷ്ടപ്പെട്ട? സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം. ഞാൻ ഈ മൂന്നാറൊക്കെ പോയിരുന്നു ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഷൂട്ടിങ്ങിന് വേണ്ടി. പക്ഷെ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇതാണ് സൂപ്പർ എന്ന് പറഞ്ഞത്. നമ്മളെ കഥയുടെ സാരമൊന്നും റബ്ബർ വെട്ടുകാരൻ രാവിലെ ഷാപ്പിങ്ങിന് വരുമ്പോൾ മുള്ളം പന്നി മേടിച്ചു പോകുന്ന ഒരു സാധനമാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. സാറേ മുള്ളം പന്നി അഭിനയിക്കുന്നുണ്ടല്ലേ സാറേ? അപ്പം ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞോ, ബ്രഹ്മാണ്ടല്ല, അതുക്കും മേലെ എൻ്റെ സിനിമ പോലെ ഇനി ഈ ലോകത്ത് വേറെ സിനിമ ഇറങ്ങുന്നു. ഞെട്ടിപ്പോവും, ആളെ കണ്ട് ഞെട്ടി ഓരി തരിച്ചു പോവും. അതാണ് സാറേ. അപ്പോൾ റബ്ബർ വെട്ടുകാരൻ ഞാൻ തന്നെയല്ലേ സാറേ? ഇവിടെ താനാണല്ലോ ഇതില് നായകൻ. അതുകൊണ്ടല്ലേ തനിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ തന്നെ വെച്ചത്. തൻ്റെ ഫോട്ടോ കണ്ടത് ഞാൻ വേറെ ഒന്നും വിചാരിച്ചു. തൻ്റെ ലുക്കും ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ താൻ തനി ഒരു റബ്ബർ വെട്ടുകാരൻ. താൻ രാവിലെ ഉറക്കം എണീക്കുന്നു, നല്ല ലൈറ്റൊക്കെ തലയിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് രാവിലെ ഒന്ന് റബ്ബർ വെട്ടുന്നു. അപ്പോൾ ഒരു മുള്ളം പന്നി കാണുന്നു, താൻ ഞെട്ടുന്നു. ഇതാണ് ഫസ്റ്റ് ഷോട്ട് അല്ലേ സാറേ? അപ്പോൾ എൻ്റെ സിനിമ മോഹം ഇതോടെ പൂർത്തിയായിരിക്കില്ലേ സാറേ? പിന്നെ സംശയമുണ്ടാ? ഞാനാണെങ്കിൽ സാറേ രതീഷ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ വഴിയാണ് സാറിനെ പരിചയപ്പെട്ടത്. എൻ്റെ സുഹൃത്താണ് പുള്ളി. അപ്പോൾ ആ പുള്ളിക്കാരല്ലായിരുന്നു ഞാൻ ഒരിക്കലും സാറിനെ പരിചയപ്പെടുകയും ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടണമെന്നില്ലേ? എൻ്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് സാറേ, ഒരു ചെറിയ സിനിമയിലെങ്കിലും തല കാണിക്കണം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടാ ദാസ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെ അതെ. ഇന്ത്യ മൊത്തം ഞെട്ടും ഈ പറഞ്ഞ. അപ്പൊ കേരളത്തിൽ റിലീസ് ഇല്ല സാറേ? കേരളത്തിലുണ്ട്. ഇത് ഓൾ ഇന്ത്യയിലാണ് ഈ പടം. ഈ പടത്തിന്റെ പേരെന്ന് ഞാൻ മുള്ളം പന്നിയും റബ്ബർ വെട്ടുകാരനും. അടിപൊളിയായിരിക്കും. കിടില തേക്ക് സാറേ. പക്ഷെ ഒരു കുഴപ്പം സംഭവം കുറച്ച് പൈസ ചെലവാണ് ഒരു കാര്യമാണ്. താങ്കൾക്ക് കുറെ പൈസ മുടക്കാൻ സൗകര്യം പറ്റുമോ സാറേ? എന്നാലും എത്ര മുടക്കേണ്ടി വരും? എൻ്റെ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏതാണ്ട് 1/2 കോടിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ സ്പോൺസറാണ്. താങ്കൾ ഒരു 1.5 ലക്ഷം രൂപ ഇട്ടാൽ മതി. കാരണം താങ്കളാണല്ലോ ഇതിലെ മെയിൻ നടക്കുന്നത്. എങ്കിലും താങ്കൾ ഇന്ന് കുറച്ച് പൈസ ഞാൻ വാങ്ങണം സാറേ. 1.5 അല്ല 2 അല്ല 3 ലക്ഷം രൂപ സാറിന് തരുമായിരുന്നു. പക്ഷെ ഇപ്പോഴെന്നെ ഒന്നും ഇല്ല സാറേ. അപ്പോൾ തൻ്റെ എത്ര ഉണ്ട്? അത് ഞാൻ എൻ്റെ മോനെ ഒന്ന് വിളിച്ച് ചോദിക്കും. അവിടെ കളിച്ചോളൂ. ശരി മക്കളെ, വീട്ടിൽ എത്ര രൂപ ഇരിക്കണ്ട മക്കളെ? മക്കളെ എടുത്തോണ്ട് വരോടാ, ചെറിയ ആവശ്യമാണ്. ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാടേ? എൻ്റെ അഭിനയമോ ഇതോടെ തീർന്നേ. ഇനിയിപ്പോൾ എങ്ങനെ എങ്ങനെയായിരിക്കും ഒരു 500 രൂപ വാങ്ങിച്ച് ഒപ്പിച്ച് കൊടുക്കും? അല്ല മോശം തന്നെ. ആരെയെന്നെങ്കിലും 500 രൂപ കടം വാങ്ങാൻ നോക്കിയോ? ആരെയും വാങ്ങായി സാറേ? ഇപ്പം എന്തെങ്കിലും ഒന്നുമില്ല സാറേ. ഞാൻ നോക്കിയിട്ടൊന്നും നടക്കില്ല സാർ. ഇപ്പം തൽക്കാലം പോയി എനിക്ക് ഷൂട്ട് തുടങ്ങുന്ന സമയമാകുമ്പോഴും സാറ് പറഞ്ഞ അത്രയും പൈസ ഞാൻ എങ്ങനെയും കടം മറിച്ച് ഉറപ്പായിട്ട് വെച്ചിരിക്കും സാറേ. എനിക്ക് തരാമെന്ന് പറഞ്ഞ വേഷം മാറ്റി വേറെ ആർക്കും കൊടുക്കല്ലേ, അത് ഉറപ്പായിട്ട് എനിക്ക് തരാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു 50 രൂപ തരാൻ കാണും? 50 രൂപ? എന്തിന് സാർ 50 രൂപ? ഞാൻ ഇങ്ങോട്ട് വന്നത് ബസ്സിലാണ് വന്നത്. അവിടെ ഒരുത്തൻ്റെ അടുത്ത് പോലെ തെണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല സാറേ. ഞാൻ ചെറുക്കൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവൻ പൈസ തന്നില്ല സാറേ. ഒരു 25 രൂപ തരാൻ കാണും? 25 രൂപ ഇല്ല സാറേ. 5 രൂപ പോലും. എടാ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിൻ്റെ അഭിനയമോഹമായിട്ട് നടക്കണത്? 50 രൂപ പോലും ബസ്സുകൾക്ക് എടുക്കാനില്ലാത്ത താൻ എവിടത്തെ സംവിധായകമാണ്? എനിക്ക് അറിഞ്ഞൂടാത്ത ചോദിക്കാം. പൈസ ഇല്ലാതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയാണോ നിങ്ങൾ? എനിക്ക് നാണം ഉണ്ടോടോ ഇങ്ങനെ ആൾക്കാരെ പറ്റി ജീവിക്കാൻ വേണ്ടിയിട്ട്? സംവിധായകൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പൈസ പറ്റി ജീവിക്കാനാണോ നടക്കുന്നത്? പിന്നെ നിന്നെ നോക്കിക്കോ, നിന്നെ ഈ ഏരിയ കണ്ടുകൊണ്ടല്ലോ അവിടെ ഇട്ട് ഞാൻ അടിക്കും. മുള്ളം കൊന്നീര മുള്ളു കുത്തോ, മുള്ളല നിന്നെ കമ്പിപ്പാരെടുത്ത് കുത്തും. മനസ്സിലായടാ? ഇനി മേലെ കേട്ടോ പറഞ്ഞാട്ടോ.